ഹായ് ഫ്രണ്ട്സ്, മിയാൻ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. എത്രാമത്തെ ലോക പരിസ്ഥിതി ദിനാഘോഷമാണ് 2024 നടക്കുന്നത്? 51. 2024 ലോക പരിസ്ഥിതി ദിന പരിപാടികൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമേത്? സൗദി അറേബ്യ. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശമെന്ത്? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ചയെ പ്രതിരോധിക്കൽ. ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷമേത്? 1974 ജൂൺ 5. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം ഏത്? 1966. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? പ്രൊഫസർ R മിശ്ര. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? മേധ പട്കർ. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആര്? മസനോബു ഫുക്കുവോക്ക. ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? യൂജിൻ P. ഓഡ്. പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? റേച്ചൽ കഴ്സൺ. ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആര്? ഏണസ്റ്റ് ഹെയ്ക്കൺ. മേദിനി പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പരിസ്ഥിതി. 1950 വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ആര്? KM മുൻഷി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ ഉള്ള സംസ്ഥാനം ഏത്? പശ്ചിമ ബംഗാൾ. മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയ്ക്ക് പറയുന്ന പേരെന്ത്? കാവുകൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം? ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് വന്യജീവി സങ്കേതം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൊൽക്കത്ത. പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ പ്രസിദ്ധമാകുന്നത് ഏതിനം ചെടികളുടെ പേരിലാണ്? കണ്ടൽ ചെടികൾ. ഇന്ത്യയിലെ ആദ്യ ജല മ്യൂസിയം എവിടെയാണ്? പെരിങ്ങളം, കോഴിക്കോട്. ഓസോൺ ദിനമായി ആചരിക്കുന്നതെന്ന്? സെപ്റ്റംബർ 16. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത്? എടവക, വയനാട്. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏത്? UNEP. ചിന്നാർ സംരക്ഷണ മേഖല ഏത് ജില്ലയിലാണ്? ഇടുക്കി. ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കഴ്സൺ രചിച്ച പുസ്തകം ഏത്? നിശബ്ദ വസന്തം, സൈലന്റ് സ്പ്രിംഗ്. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡെറാഡൂൺ. സമാധാനത്തിൻ്റെ പ്രതീകമായി കരുതപ്പെടുന്ന പക്ഷി ഏത്? പ്രാവ്.
ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രം. നാഗാർജുന സാഗർ ടൈഗർ റിസർവ്. കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യമേത്? വേപ്പ്. കേരളത്തിലെ ജൈവ ജില്ല ഏത്? കാസർഗോഡ്. ലോക ഭൗമദിനമായി ആചരിക്കുന്നതെന്ന്? ഏപ്രിൽ 22. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനമേത്? പഞ്ചാബ്. കണ്ടൽ വനങ്ങളുടെ വളർത്തച്ഛൻ എന്നറിയപ്പെടുന്നതാര്? കല്ലേൻ പൊക്കുടൻ. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാര്? സുന്ദർലാൽ ബഹുഗുണ. വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭം ഏത്? വനശ്രീ. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം? പെരിയാർ വന്യജീവി സങ്കേതം. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നത്? കമ്മ്യൂണിറ്റി റിസർവുകൾ. ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവ്? കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. ഏത് മൃഗത്തിൻ്റെ സാന്നിധ്യമാണ് സൈലന്റ് വാലിയെ ശ്രദ്ധേയമാക്കുന്നത്? സിംഹവാലൻ കുരങ്ങ്. ഇന്ത്യയിൽ പക്ഷികൾക്ക് വേണ്ടി നിർമ്മിച്ച ആദ്യ ആശുപത്രി എവിടെ? ന്യൂഡൽഹി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല? ഇടുക്കി. ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക്? തെന്മല, കൊല്ലം. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? 1986. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? കൊൽക്കത്ത. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം? തട്ടേക്കാട്, എറണാകുളം. ഒറ്റ വിത്തുള്ള ഫലം? തേങ്ങ. കേരളത്തിലെ മനുഷ്യ സ്പർശമേൽക്കാത്ത കന്യാവനം എന്നറിയപ്പെടുന്ന വനമേത്? സൈലന്റ് വാലി. പയറുവർഗ ചെടികളുടെ വേരുകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയ ഏത്? റൈസോബിയം. അരിപ്പ ഫോറസ്റ്റ് ട്രെയിനിങ് സെന്റർ ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവാര്? ഇന്ദുചൂടൻ. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏത്? ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏത്? ഇരവികുളം നാഷണൽ പാർക്ക്.